അങ്ങനെ പതുക്കെ അവൻ ഹൈപ്പർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ മോനെ വലിച്ച് പെട്ടെന്ന് ഇവിടെ വന്ന് ഫ്രണ്ടിൽ വന്ന് നിന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഞാൻ സർവ്വശക്തനായ പിതാവേ ചൊല്ലിക്കൊണ്ടിരുന്നു. അച്ഛൻ തലയിൽ വെച്ച് പ്രാർത്ഥന കരയുമായിരുന്നു എൻ്റെ മോന് വേണ്ടി. ആയിരം നന്ദി. എൻ്റെ പേര് അശ്വത. ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 11, 2024 ഞാനിവിടെ കൃപാസനെക്കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ട്രോള് വഴിയൊക്കെയാണ് കേട്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും വരത്തില്ല എന്ന് പറഞ്ഞ സ്ഥലമാണിത്. എൻ്റെ ചേച്ചി എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വരത്തില്ല, ഞാൻ വേണമെങ്കിൽ കൂട്ടിന് വരാം, അല്ലാതെ ഉടമ്പടി ഒരിക്കലും ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുക എനിക്ക് പെട്ടെന്ന് ഉടമ്പടി എടുക്കാനൊരു അവസരം വന്നു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി ഇവിടെ വന്ന് ക്ലാസ് കൂടിയപ്പം നമ്മൾ 6 നിയോഗമൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇപ്പം ഞാനും ചേച്ചിയും പറഞ്ഞു നമുക്ക് 3 മാസം എടുക്കാം, പിന്നെ നമുക്ക് മാർച്ച് ആകുമ്പോൾ ഞങ്ങൾക്ക് പുതുക്കേണ്ട ടൈമാണ്. അപ്പോൾ നമുക്ക് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യും പിള്ളേരുടെ. അപ്പോൾ നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് പിന്നെ ജൂണിൽ തുടങ്ങാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ 6 നിയോഗം ഇട്ട് ഞങ്ങൾ അപ്പോൾ എൻ്റെ 6ൽ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞങ്ങൾ നെയ്ബറായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മരവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. നമ്മുടെ വീടിൻ്റെ മേലോട്ടായിരുന്നു മരം കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ പല വഴിക്കും അത് എങ്ങനെ വെട്ടാമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അവരൊരിക്കലും സമ്മതിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ പേരൻസിന് പ്രായമായിട്ടുള്ളവർ. അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനും, ഇടയ്ക്ക് വിളിച്ചവർക്ക് കാറ്റും മഴയൊക്കെ വരുമ്പോൾ എപ്പോഴും വിളിക്കും, എനിക്ക് പേടിയാവുന്നു, വീഴുവോ എന്നിങ്ങനെ എപ്പോഴും വിളിക്കും. അപ്പോൾ ഞങ്ങൾക്കും അത് ഇവിടെ നിന്ന് കേൾക്കും, ഞങ്ങൾക്കും ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ പല വഴിക്കും ഞങ്ങളത് പറഞ്ഞു നോക്കി, പഞ്ചായത്ത് വഴി, അങ്ങനെ പല രീതിയിൽ നോക്കിയിട്ട് ഒരിക്കലും അടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് വണ്ടി കയറി ബസ്സിൽ കയറി പോകും. ഞാൻ ആദ്യം മെസ്സേജ് നോക്കി, വാട്സപ്പ് നോക്കിയപ്പം ചാച്ചൻ്റെ മെസ്സേജ് കിടക്കുകയാണ്, അവർ ചില്ല വെട്ടാൻ തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അവരൊരിക്കലും വെട്ടത്തില്ലെന്ന് പറഞ്ഞവരായിരുന്നു അവർ. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് പതുക്കെ ഉടമ്പടി ഫലം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഉടമ്പടി എടുത്തു. അപ്പം ചില്ല മാത്രം വെട്ടിയുള്ളൂ. അപ്പോൾ ഡിസംബറിലാണ് ചില്ല വെട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനും വീട്ടിൽ പോയി ഉപ്പ് ഇവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് അതിലിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങളും അത് വിട്ടു. പിന്നെ വലിയ അമ്മയ്ക്കും ചാച്ചനായാലും വിഷമം ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് പോട്ടെ എന്നുള്ള, മാതാവ് നോയിക്കോളും എന്നുള്ള മാതാവിനെ പൂർണ്ണമായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചത്. എപ്പോഴും പ്രാർത്ഥനയിൽ ഇതെപ്പോഴും വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ജൂൺ ആയപ്പോൾ എനിക്ക് സാക്ഷ്യം പറയേണ്ട സമയമായപ്പോൾ ഞാനൊരു ദൈവമേ എനിക്കിത് ഈ സാക്ഷ്യം ഫുൾഫിൽ ചെയ്യാൻ പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എനിക്കിത് ചില്ല മാത്രമേ, ഞാൻ മരം വെട്ടാനല്ല ഞാൻ നിയോഗം വരുതേ, ചില്ല മാത്രം വെട്ടി ഞാൻ എങ്ങനെയാണ് ഇവിടെ പറയുന്നത് എൻ്റെ മനസ്സിൽ തന്നെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കും. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാവിലെ 8:30 വാട്സപ്പ് നോക്കിയപ്പോൾ അമ്മ മെസ്സേജ് ഇട്ടേക്കുക, മക്കളെ അവർ മരം വെട്ടിക്കൊണ്ടിരിക്കുക, 1 അല്ല 4 മരം നമ്മുടെ ഇവിടെ അവർ വെട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അത് എങ്ങനെ നടന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അമ്മമാത ഇറങ്ങി വന്ന് സഞ്ചാരിമാത അവിടെ വന്നോട് പ്രവർത്തിച്ചൊരു സംഭവമായിരുന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. എൻ്റെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മോന് വേണ്ടിയാണ്. എൻ്റെ മോൻ്റെ പേര് ഇവാൻ, അവൻ 6th പഠിക്കുന്നു. കൊറോണ ടൈം, അത് ഫസ്റ്റ് സ്റ്റാൻഡിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ കൊറോണ ടൈം വരുന്നത്. അപ്പം അന്ന് തൊട്ട് സ്കൂൾ നമുക്ക് ക്ലാസ് ഇല്ലല്ലോ, അപ്പം വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് എല്ലാം ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ പതുക്കെ അവൻ ഹൈപ്പർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. അപ്പം അത് പ്രത്യേകിച്ച് എനിക്കും ഹസ്ബൻഡാണ് കൂടുതൽ അതിനെക്കുറിച്ച് കാണും മനസ്സിലാവുന്നത്. TV ഒക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും. ഇങ്ങനെ പേരൻസിന് അറിയാതെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരുടെ പേരൻസ് മനസ്സിലാവും അതിൻ്റെ വിഷമം എന്താണെന്ന്. ചുമ്മാ ചിരിക്കുക, TV കാണുമ്പോൾ ചാട്ടവും ബഹളവും, നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യപ്പെടും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലോട്ട് അവൻ അറിയുന്ന പോലും ഇല്ല, കാണത്തില്ല ഇതിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം. ചിലപ്പോൾ അടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഉടമ്പടി എടുത്ത് ജാനുവരി ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ കൊണ്ട് ഇവനെ ബ്ലസ് ചെയ്യണമെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് പോകേണ്ട ഞാൻ വിളിച്ചു ചോദിച്ചു അച്ഛനുണ്ടോ. അപ്പോൾ അച്ഛനുണ്ട്, 1:30 വരെ ഉള്ളൂ, അതിൻ്റെ മുന്നേ വന്ന് എടുക്കണമെന്ന് പറഞ്ഞു കൂപ്പണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 1:30 കഴിഞ്ഞു, ഓഫീസ് അടച്ചു. എനിക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ കാരണമാണ് ലേറ്റ് ആയത്, ബ്ലോക്ക് ഉണ്ടായിരുന്നു, മൊത്തം പ്രശ്നങ്ങൾ. പക്ഷേ ഞാൻ അവിടെ വിഷമിച്ചു പോയി. പെട്ടെന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഫോൺ പോലും എടുക്കാതെയാണ് കൃപാസനത്തിൽ ഇറങ്ങി. ഹസ്ബൻഡും പിള്ളേരും കാർ പാർക്ക് ചെയ്യാൻ പോയി. അവിടെ നിന്നപ്പോൾ ഓഫീസിനോട് നിന്നപ്പോൾ അകത്തുനിന്ന് ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നാ പ്രശ്നം, കയറി വരാൻ പറഞ്ഞു. അപ്പം എനിക്ക് പറയാൻ പറ്റും മോൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ആ ചേട്ടനോട് എന്നെ പറ്റി, മോൻ എന്താ പറ്റി, ഞാൻ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് മാത്രം എനിക്ക് വേറെ ഒന്നും എൻ്റെ വായിന്ന് വരുന്നില്ല, എനിക്ക് എന്നെ പറയേണ്ടതെന്ന് പോലെ ഞാൻ അങ്ങനെ കരയുക. അപ്പോൾ ചേട്ടൻ വിഷമിക്കേണ്ട, ഇപ്പം വേണേൽ അച്ഛൻ ഇപ്പം പോവും, പെട്ടെന്നൊരു കൂപ്പൺ തരാമെന്ന് എഴുതുന്നത്. ഇപ്പം എൻ്റെ ഫോണില്ല, ഒന്ന് വിളിച്ചു പറയാൻ, മോനെ ഇങ്ങോട്ട് കയറ്റി വിടാൻ പോലും പറയാൻ എൻ്റെ ഫോണില്ല, ഭയങ്കര തിരക്കും.
ഞാൻ അവിടെ നിന്ന് എന്നെ മാതാവിന്ന് വിളിച്ചപ്പോൾ നോക്കുക എൻ്റെ മോൻ്റെ കൈ പൊക്കി കാണിക്കും അങ്ങ് ദൂരേന്ന്. ഞാൻ അവനെ വിളിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ മോനെ വലിച്ച് പെട്ടെന്ന് ഇവിടെ വന്ന് ഫ്രണ്ടിൽ വന്ന് നിന്നു. മോനെ അച്ഛൻ ഇവിടെ വന്ന് ബ്ലെസ് ചെയ്തപ്പോൾ ഞാനവിടെ മോൻ സർവശക്തനായ പിതാവ് കുഞ്ഞ് അറിയത്തില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ സർവശക്തനായ പിതാവ് ചൊല്ലിക്കൊണ്ടിരുന്നു. അച്ഛൻ തലയിൽ വെച്ച് പ്രാർത്ഥന കരയുമായിരുന്നു എൻ്റെ മോന് വേണ്ടി. അങ്ങനെ ബ്ലെസ് ചെയ്ത് ഞങ്ങൾ തിരിച്ചുപോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെ അത് വിട്ട് കഴിഞ്ഞ് ഒരു മാർച്ചൊക്കെ ആയപ്പം ഇവരുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. അപ്പം എക്സാമിന് ഒത്തിരി ബ്രേക്ക് ഉണ്ട് ഇവർക്ക് എക്സാം ടൈമിൽ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇപ്പം മോനെ വീട്ടിലുണ്ട്, അപ്പോൾ ടി വി കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ചുമ്മാ അവിടെ ഇരുന്ന് കാണും, സാധാരണ ഒരാൾ എങ്ങനെ ടി വി കാണും അങ്ങനെ കാണുക. അപ്പം ഞാൻ 2-3 ദിവസം ശ്രദ്ധിക്കുന്നു, പിന്നെ എന്നെ പ്രശ്നമൊന്നും ഇല്ല, ഇതിന് എന്നെ പറ്റിയെന്ന് ഓർത്ത്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എനിക്ക് അപ്പം മനസ്സിലായി എൻ്റെ അമ്മമ്മ അതെൻ്റെ മോനെ തൊട്ടെന്നേക്കും മനസ്സിലായി. അങ്ങനെ എൻ്റെ മോന് പൂർണ്ണമായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റിയിൽ നിന്ന് സൗഖ്യം കിട്ടി. പിന്നെ 3ാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. എൻ്റെ ഹസ്ബൻഡ് ഐ ടി ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്. ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്കറിയാം നല്ല ഭയങ്കര സ്ട്രെസ്സും ഉള്ളൊരു ഫീൽഡാണ്. ലേറ്റായിട്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ അതിടയ്ക്ക് ഹസ്ബൻഡ് 16 ഇയേഴ്സിന് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ വേറെ ജോലി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. ഹസ്ബൻഡിനും അറിയാം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ, പക്ഷേ കിട്ടുന്നില്ല. ഇൻ്റർവ്യൂ കോൾ പോലും വരുന്നില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു. ജോലി മാറാനുള്ള കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. പിന്നെ 2 വർഷമായിട്ട് ഹൈക്കില്ല. പിന്നെ ഇപ്പോൾ ഒരു ലേറ്റായിട്ടാണ് വീട്ടിൽ വരുന്നത്. ഒരു 9:30 ഒക്കെ വീട്ടിൽ വന്നാലും 10:30ക്ക് മീറ്റിംഗ്. അപ്പോൾ കിടക്കാൻ നേരത്ത് 11 മണിയാകുമ്പോൾ ചുമ്മാ ഫോൺ നോക്കുമ്പോൾ സ്കൈപ്പിൽ കിടക്കുന്ന 1:30ക്ക് രാത്രി 1:30ക്ക് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കാൻ ഉറക്കമില്ല. അപ്പം ഹസ്ബൻഡ് പിള്ളേരോട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ സംസാരിക്കുന്നത് തന്നെ വാട്സപ്പിൽ കൂടെയാണ്, ഫോണിൽ കൂടെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യലോ ഞങ്ങൾ തന്നെ സംസാരിക്കും. ഞങ്ങൾക്ക് അത്രയും ഉണ്ടാകും. ഞങ്ങൾക്ക് അത് സംസാരിക്കാൻ പോലും ഞങ്ങൾക്ക് നേരെ കാണാൻ പോലും ശരിക്കുമ്പോൾ നേരമില്ല. അങ്ങനെ ഉടമ്പടി എടുത്ത് ഹസ്ബൻഡ് എൻ്റെ 2ാമത്തെ നിയോഗമായിരുന്നു ഹസ്ബൻഡ് ജോലി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഹസ്ബൻഡിന് ഞാൻ കൃപാസന വരുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അനുഭവത്തോടെയാണ് ഞാൻ ഇവിടെ വന്നതും. പക്ഷേ പത്രം കൊടുക്കുക അതൊക്കെ വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഞാൻ രാവിലെ 12 വർഷങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടില്ല. ഹസ്ബൻഡിൻ്റെ പേര് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നെ ചോദിക്കുന്നത് ഇപ്പം ഫുൾ ടൈം പ്രാർത്ഥനയാണെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പതുക്കെ ഹസ്ബൻഡിനോട് വന്ന് അച്ഛനാണെങ്കിൽ ഒരു ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുക, അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുക, എന്തെങ്കിലും അപ്പോൾ ചെയ്യത്തില്ല, വാശിയാണ് ചെയ്യത്തില്ല, എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ ആവശ്യമില്ലെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ പതുക്കെ ആർക്കും മനസ്സിലായി ഒരു ഇൻ്റർവ്യൂ കോളും പോലും പേരിന് പോലും വരുന്നില്ല. ഇടയ്ക്ക് വന്നാൽ പോലും ഇൻ്റർവ്യൂ സെലക്ട് ആവും, HR റൗണ്ട് വരെ കഴിയും. പക്ഷേ പിന്നെ ഓഫർ ലെറ്റർ വരുന്ന ടൈം ആകുമ്പം ഒരു ഓഫർ ലെറ്റർ പോലും ഇല്ല. പിന്നെ നമ്മൾ വിളിച്ചു ചോദിക്കും എന്താ ഓഫർ ലെറ്റർ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പിന്നെ റിപ്ലൈ ഇല്ല, ഹോൾഡിലാന്ന് എപ്പോഴും ഹോൾഡ് എന്ന് വാക്ക് നമ്മൾ കേട്ടില്ല. നമ്മൾ മടുത്തു. അപ്പോൾ വീട്ടിലൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അച്ഛന് ലേറ്റായിട്ട് വരും. ഇപ്പോൾ സൺഡേ നമ്മൾ കുർബാനയ്ക്ക് നിൽക്കുമ്പം പോലും വരും, നമുക്ക് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ കുർബാനയ്ക്ക് ഇറങ്ങി മീറ്റിംഗ് കൂടുകയായിരുന്നു പതിവ്. അതെല്ലാം കഴിഞ്ഞ് പതുക്കെ ആൾക്ക് മനസ്സിലായി, മെറിറ്റെല്ലാം പോയി എന്നുള്ളത് മനസ്സിലായി. ഞാൻ പതുക്കെ നോക്കുമ്പോൾ എൻ്റെ കൃപാസനെക്കുറിച്ചുള്ള യൂട്യൂബ് ചാനൽ കാണാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് എന്നോട് ഒരു ദിവസം പറഞ്ഞു നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, എന്താ അങ്ങനെ പറയാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവി പറഞ്ഞ് ഇടപെട്ട് തുടങ്ങുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ അപ്പം എന്നോട് പറഞ്ഞു 5:30 ആകുമ്പോൾ എന്നെയും വിളിക്കണം, പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഉടമ്പടി ഞാൻ ഒന്ന് പുതുക്കി കഴിഞ്ഞ് അപ്പം പതുക്കെ ഇൻ്റർവ്യൂ കോൾസ് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. അത് IT ഫീൽഡുള്ളവർക്ക് മനസ്സിലാവും, 3-4 റൗണ്ട് ഉണ്ട്. ഒരു 1.5-2 മണിക്കൂറത്തെ ഇൻ്റർവ്യൂ ആയിരിക്കും, ടെക്നിക്കൽ റൗണ്ട്, അങ്ങനെ പല റൗണ്ട്സും ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഞാനപ്പം ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും മിക്കതും. അപ്പോൾ ഞാൻ ആ സമയത്ത് കാശുരൂപം കൊടുക്കും, ഉപ്പിട്ട് പ്രാർത്ഥിക്കും, എല്ലാം തേന ഉപ്പ് എല്ലാം കൊടുക്കും. അപ്പോൾ ആ സമയം ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഫുൾ ടൈം ഞാൻ കൊന്തയും ചൊല്ലി പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി നീലയും പച്ചത്തിരിയും കത്തിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ഞാൻ ഒരു കൊന്ത ചൊല്ലി തീരുന്നതിന് മുന്നേ തന്നെ ആൾ ഇറങ്ങി വരും, ഇൻ്റർവ്യൂ കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് സംശയം ഇൻ്റർവ്യൂ തന്നെ ആയിരുന്നു, എനിക്ക് അറിയത്തില്ല, അവർ എന്നെ ചോദിച്ചെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല, ചുമ്മാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ പിന്നെ CEO റൗണ്ട് റൗണ്ട് വരുമ്പോൾ അവർ ചോദിക്കുന്നത് ഫാമിലി കാര്യങ്ങൾ, പിള്ളേരുടെ പേരെന്താ, ഇത്രേ ഉള്ളൂ. കാരണം നമ്മൾ CEO റൗണ്ട് എന്നൊക്കെ പിള്ളേർക്കും അറിയാം ഭയങ്കര ടെക്നിക്കൽ ആയിരിക്കുന്നു. അതൊന്നുമില്ല. പെട്ടെന്ന് 10-15 മിനിറ്റ് അരമണിക്കൂർ മാക്സിമം അരമണിക്കൂറിന് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം വരുന്നു ഇൻ്റർവ്യൂ ക്ലിയറായി. അപ്പോൾ അച്ചാച്ചൻ തന്നെ സംശയം, ഇത് എങ്ങനെ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എന്നോട് ചോദിച്ചില്ല, ഇൻ്റർവ്യൂ തന്നെയാണോ നടന്ന് അങ്ങനെ. അപ്പോൾ ഞാൻ എത്ര എമൗണ്ട് ആണോ ഇതിന് ഉടമ്പടിയിലിട്ടത് നിയോഗത്തിലിട്ടത് ആ സെയിം എമൗണ്ടാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 1 വീക്കിനുള്ളിൽ ഇതിന് വേറൊരു കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്നു.
ആ കോള് വന്നപ്പം ഇതുപോലെ തന്നെ പല റൗണ്ടുകൾ കഴിയുന്നു, ഇന്ന് ഒരു അരമണിക്കൂറിനുള്ള റൗണ്ട്സ് ക്ലിയർ ആവുന്നു, എല്ലാം അതും 1 വീക്കിൽ അതും ക്ലിയറായി. പക്ഷെ അവർ പറഞ്ഞ ഓഫർ എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട സെയിം എമൗണ്ട് ആയിരുന്നു. അത് ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത എമൗണ്ട്, ഞങ്ങൾ ഒരിക്കലും സ്വപ്നം പോലും കാണാത്തൊരു എമൗണ്ട് ആയിരുന്നു മാതാവ് തന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തു. ഹസ്ബൻഡ് ജൂൺ 10 അവിടെ ജോയിൻ ചെയ്തു. അമ്മ മാതാവിന് തിരുമ 1000 നന്ദിയോടെ ഞങ്ങൾ ഇത്രമാത്രം ഉയർത്തിയതിന്. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പം സത്യം പറഞ്ഞ ഉടമ്പടി നിയോഗത്തിലെ കാര്യങ്ങൾ സാധിച്ചതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലാണ് മാറ്റം വന്നത്. എൻ്റെ ചുറ്റും 4 പള്ളികൾ ഞാൻ താമസിക്കുന്നിടത്തുള്ള ഇത്രയും നാളും കാണാതെ പോയ പള്ളികളാണത്. എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാ പള്ളി ഇങ്ങനെ ഉണ്ടായിരുന്നെന്നും നടക്കാനുള്ള ദൂരമുള്ള പള്ളികളെന്നല്ല, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം എനിക്ക് എവിടെയൊക്കെ പള്ളിയുണ്ടെന്നോ എവിടെയൊക്കെ എത്ര മണിക്ക് കുർബാനയെന്ന് പോലും എനിക്കിപ്പോൾ അറിയാം. ഇപ്പം ഞാൻ എൻ്റെ അടുത്തുള്ളവരൊക്കെ ചോദിക്കും, ഇതെന്നെ ഫുൾ ടൈം പള്ളി തന്നെയാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ ഞാൻ ഇപ്പോൾ വെള്ളിയാഴ്ച പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നത് 3:30. അപ്പോൾ എനിക്ക് വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോകാനും രാവിലത്തേനും പോകാൻ പാടാം. 7 മണിക്ക് ഒരു ബസ് വരും. അപ്പോൾ എനിക്ക് രാവിലത്തേനും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പള്ളി കുർബാനയുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ഓർക്കുമ്പോൾ ഞാനാണ് ഈ പോകുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് നട്ടുച്ച വെയിലത്തൊക്കെ ഞാൻ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ എനിക്കിപ്പോൾ ആദ്യമൊക്കെ ഓൺലൈൻ കുർബാനയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുർബാന സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ എനിക്കങ്ങ് കൊതിയായിരുന്നു. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ നമുക്ക് അത്രയും അതിനേക്കാൾ എനിക്ക് ഈശ്വരനെ സ്വീകരിക്കണം. ഓൺലൈനിൽ കുർബാന കാണാൻ എനിക്ക് ഈശ്വരനെ സ്വീകരിക്കണം, എൻ്റെ നാവിൽ തന്നെ സ്വീകരിക്കണം എന്നുള്ള തോന്നൽ. അങ്ങനെ എനിക്ക് അങ്ങ് ഡെയിലി കുർബാനയ്ക്ക് പോകാൻ പറ്റി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ആദ്യമൊക്കെ പള്ളിയിലാണ് കൊടുത്തോണ്ടിരുന്നത്. പിന്നെ എനിക്ക് പള്ളിയിൽ കൊടുക്കാൻ ഒരു മടിയാണ്, കാരണം എല്ലാവരും പത്രം കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഓരോ ജംഗ്ഷനിൽ സ്കൂട്ടർ വെച്ച് ഞാൻ പിന്നെ ആ ജംഗ്ഷൻ ഫുൾ നടന്ന്, ഈ ഉച്ചയാണെന്നൊന്നും നോക്കത്തില്ല, ഉച്ചയ്ക്കായാലും മഴയായാലും എല്ലാം ഞാൻ നടന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. ആ വെയിലത്തൊക്കെ പണ്ട് മാർച്ചിലൊക്കെ വെയിൽ ഭയങ്കര ചൂടല്ലേ, എനിക്ക് ആ വെയിലത്ത് പോലും നടന്നിട്ട് എനിക്ക് ക്ഷീണമില്ല. എനിക്ക് വെള്ളം കുടിക്കണമെന്നോ തളർച്ചയോ ഒന്ന് വീട്ടിൽ വരെ ഫ്രഷായിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നത് അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് ഫ്ലാറ്റിൽ കൊടുക്കാൻ ഭയങ്കര മടിയാണ്. കാരണം ഈ ചമ്മലാണോ അവരെന്നെ നമ്മൾ ഡെയിലി കാണുന്നവരാണ്, അവരെന്നെ നമ്മളെക്കുറിച്ച് വിചാരിക്കും, അവരെന്നെ പറയും എന്നുള്ള തോന്നലായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ താമസിക്കുന്നിടത്ത് വേണ്ടേ ആദ്യം ഞാൻ പ്രേക്ഷിതപ്രവർത്തനം ചെയ്യാനും. അങ്ങനെ ഞാൻ ഞാൻ ഡെയിലി പത്രം കൊടുക്കും. പത്രത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി എണ്ണ തേച്ചാണ് ഞാൻ കുരിശ് വരച്ചാൽ കൊടുക്കാറ്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഫ്ലാറ്റുകൾ ഇറങ്ങി ഓരോ ഫ്ലാറ്റിലും എനിക്ക് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ 1 കെട്ടിന് 3 കെട്ടാൻ എപ്പോഴും മേടിക്കാറാവത്ത 1 കെട്ട് പത്രം എപ്പോഴും ഫ്ലാറ്റിലാണ് കൊടുക്കാറ്. ഇപ്പം എനിക്ക് ഫ്ലാറ്റിൽ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആത്മജീവിതം ഞാൻ വിട്ടുപോയത്, ഞങ്ങളിപ്പോൾ സന്ധ്യാപ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അത് സന്ധ്യാപ്രാർത്ഥന വിളിക്കുമ്പോഴേ ഇവർ രണ്ടുപേരും ഭയങ്കര കരച്ചില്ല, TV കാണണം അങ്ങനെ. അപ്പം നമ്മളും ദേഷ്യപ്പെടാം, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് എങ്ങനെയും തീർന്നാൽ മതി എന്നുള്ളതാണ് നമ്മൾ അതുപോലെ വഴക്കായിരുന്നു. നമ്മളിപ്പം രാത്രി 12 മണിക്ക് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കാൻ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, 2 ഇടവും വാലവും നിന്ന് മുട്ടുകുത്തി നിന്ന് അവർ കൊന്ത പിടിക്കാൻ വരെ അവരടിയായിരുന്നു. അതുപോലെ കൊന്ത പിടിച്ചാണ് അവർ അതിന് പ്രാർത്ഥിക്കാനിരിക്കുന്നത്. ഞങ്ങൾ ആത്മജീവിതത്തിൽ ഏറ്റവും ഞങ്ങൾക്ക് ഇത് വന്നത് ആത്മജീവിതത്തിലാണ്. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോം, ഓർഫനേജിലൊക്കെ പിള്ളേരെയും കൊണ്ട് തന്നെ പോവാറുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, കൃപാസനം ഉടമ്പടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ നമ്മൾ എല്ലാ മാസം അവസാന സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ എവിടെയെങ്കിലും ഓർഫനേജോ എവിടെയെങ്കിലും ഓൾഡ് ഏജ് ഹോമോ വയ്യാത്തവരെ കാണാൻ പോകാറുണ്ട്. പിന്നെ ഓൺലൈനും അല്ലാതെ അറിയാൻ സഹായം വേണ്ടവർക്ക് സഹായം ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് ഒരു കുട്ടീനെ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അത് എന്തോന്നും ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. അമ്മ അതത് കാണിച്ചു തരുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ നമ്മളെല്ലാവരും പറയുമല്ലോ, എവിടെ പോയാലും ലോകത്തിൽ എവിടെ പോയാലും ഒരു മലയാളി കാണുമെന്ന്. അതുപോലെയാണ് ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ എവിടെ പോയാലും ഈ കൃപാസന ഉടമ്പടി എടുക്കാത്ത ആരെങ്കിലും കാണാതിരിക്കത്തില്ല. അത്രയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസന മാതാവേ, യേശുവേ നന്ദി. എൻ്റെ പേര് അരുൺ. എൻ്റെ ഭാര്യ പറഞ്ഞ പോലെ ഞാൻ എറണാകുളത്ത് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ 16 വർഷമായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു 2 വർഷമായിട്ട് ഹൈക്കുകളൊന്നും കിട്ടുന്നില്ല. IT-യിലുള്ള എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും അവിടെ ഒരു ഹൈക്ക് ഉണ്ടാകും. പക്ഷേ 2-2.5 വർഷമായിട്ട് ഹൈക്ക് കിട്ടുന്നില്ല. അപ്പം വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കിയാലോ എന്ന് ആലോചിച്ചു. എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂസ് കിട്ടുന്നത് വളരെ കുറവായിരുന്നു. അങ്ങനെ എൻ്റെ ഭാര്യ ഇവിടെ വന്നു.
ഉടമ്പടി എടുത്തു. രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ഇൻ്റർവ്യൂസിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി, വരുന്നതിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി. ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് വന്നത് ജസ്റ്റ് ഒരു ടെസ്റ്റായിരുന്നു. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും പിന്നെ നമ്മളുടെ ലാംഗ്വേജ് ചെക്ക് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾക്ക് കേട്ട് മനസ്സിലാക്കണം. IELTS പോകുന്ന പോലെ ലാംഗ്വേജ്, റിട്ടൺ, ലിസണിങ് അങ്ങനെയുള്ളൊരു ടെസ്റ്റ് മാത്രം. അപ്പം അത് ഞാൻ ക്ലിയറായി. അതിൻ്റെ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് എന്നെ അവർ വിളിച്ചിട്ട് എൻ്റെ സെക്കൻഡ് റൗണ്ട് വന്ന് ആകെ 2 ചോദ്യമാണ് ചോദിച്ചത്. അത് കഴിഞ്ഞു, ക്ലിയറായി. നെക്സ്റ്റ് വന്ന് HR വന്ന് യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. നോർമലി ഇതിനു മുമ്പുള്ള എല്ലാ ഇൻ്റർവ്യൂസും മിനിമം 45 മിനിറ്റ് എന്നോട് ചോദ്യം ചോദിക്കും. 45 മിനിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചിലപ്പം പല സിനാരിയോസ് തന്നിട്ടുണ്ടാകും. ഇത് അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് 2 ക്വസ്റ്റ്യൻ കൊണ്ട് എന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എനിക്ക് അടുത്ത പോസ്റ്റിലേക്കുള്ള അല്ലെങ്കിൽ അടുത്ത ഹയർ പൊസിഷനിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ക്ലിയർ ആയത്. പിന്നെ വീണ്ടും 1-2 ഇൻ്റർവ്യൂസും കൂടെ വന്നു. നെക്സ്റ്റ് വന്ന ഇൻ്റർവ്യൂ ആക്ച്വലി വന്നു കഴിഞ്ഞാൽ ഒരു 90 മിനിറ്റ്സ് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ, ടെക്നിക്കൽ റൗണ്ട്. ആ 90 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് HR വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് HR റൗണ്ട് ക്ലിയർ ആയിരിക്കുന്നു, ടെക്നിക്കൽ റൗണ്ട് ക്ലിയർ ആയിരിക്കുന്നു, ഇനിയുള്ളത് CEO റൗണ്ടാണ്. CEO റൗണ്ടിനും വീണ്ടും ഏകദേശം ഒരു 1 അവറിന് മേളിലുണ്ടായിരുന്നു. പുള്ളി കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള ചോദ്യം ഒരു 3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചുള്ളൂ. ബാക്കി അല്ലാതെ വൈഫ് എന്ത് ചെയ്യുന്നു, ഇതിന് മുമ്പ് എവിടെയാണ് പഠിച്ചത്, പിള്ളേരുടെ പേരെന്താണ്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഓക്കെ പറഞ്ഞു. അതിനുശേഷം HR വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചതിനേക്കാൾ കൂടുതൽ, അതായത് ഞാൻ ഇവിടെ ക്യാൻഡിൽ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടപ്പോൾ ഇട്ടിരുന്ന അതേ എമൗണ്ട്, പക്ഷേ അത് ഞാൻ ചോദിച്ചിരുന്നില്ല, അതേ എമൗണ്ട് മാതാവ് എനിക്ക് തന്നു. ആദ്യത്തെ ഇൻ്റർവ്യൂ ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ച് ആദ്യം പറഞ്ഞ ഇതാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കഴിഞ്ഞ ദിവസം അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പത്രോസ്ലീഹ മീൻ പിടിക്കുവാനായിട്ട് ശ്രമിച്ചു, രാത്രി മുഴുവൻ ശ്രമിച്ചു. പക്ഷേ യേശുദേവൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ സ്ഥലത്ത് വെച്ച് അവിടെ ഇട്ടു. അപ്പോൾ ഒരു സംശയവും കൂടാതെ പത്രോസ്ലീഹ അവിടെ വലയിട്ടു. അവിടെ മീൻ എത്രയാണോ പ്രതീക്ഷിച്ചത് അതിനേക്കാൾ കൂടുതൽ ലഭിച്ചു എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അനുഭവത്തിലെ കാര്യമാണിത്. ഇപ്പോഴും ഞാൻ പറയുന്നു, എൻ്റെ കഴിവല്ല, എല്ലാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതുപോലെ ഞങ്ങൾ 4 സിസ്റ്റേഴ്സാണ്. അവർ ഞങ്ങൾ 4 സിസ്റ്റേഴ്സ്, ഞങ്ങൾ 3 പേര് ഉടമ്പടിയിലാണ്. ഒരു ചേച്ചി എന്ന് പറയുമ്പോൾ ഉടനെ ഉടമ്പടി എടുക്കും, അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിലെ അമ്മയായാലും എൻ്റെ അമ്മയായാലും എല്ലാവരും ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിലാണ് നയിക്കുന്നത്. അവർക്ക് പ്രായമായതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ 2 പേരും ഉടമ്പടി തന്നെയാണ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഈയിടെ രാവിലെ 5:30 എഴുന്നേക്കാൻ പറ്റിയില്ല, ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പം എന്നെ രാവിലെ വിളിച്ച്, മോളെ ഞാൻ എഴുന്നേറ്റില്ല, പക്ഷേ അച്ഛൻ്റെ ടോക്കിൽ നമ്മൾ സാധാരണ നമ്മുടെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഡെയിലി ബ്രെഡിൽ അച്ഛനിങ്ങനെ ആദ്യം തുടക്കത്തിൽ പ്രാർത്ഥനയല്ല തുടങ്ങും. പക്ഷെ അന്ന് അച്ഛൻ പറഞ്ഞ് പ്രായമുള്ളവർ 5:30 എഴുന്നേക്കാൻ ഇച്ചിരി മടിയുണ്ട് ഇടയ്ക്ക്. അപ്പം ഞാനത് അറിയുന്നുണ്ടെന്ന് ഇങ്ങനെ രീതി അച്ഛൻ പറഞ്ഞു. അത് അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ ആദ്യമായി ഇത്രയും നാളോട് അച്ഛൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ടാണ് അച്ഛൻ അങ്ങനെ പറയുന്നത്. അപ്പം അമ്മ പറഞ്ഞു, അച്ഛനെല്ലാം കാണുന്നുണ്ട്, അപ്പം അച്ഛൻ എനിക്ക് വേണ്ടി അത് പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങളിപ്പോൾ എല്ലാവരും ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിലാണ്. എൻ്റെ മോൾക്ക് ഇടയ്ക്ക് നെക്ക് പെയിൻ വരും. അപ്പോൾ നെക്ക് പെയിൻ വരുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പിറകെ ഉടമ്പടി തൈലം തേച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ സ്കൂളിൽ തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞ, അമ്മേ ഞാൻ ബസ്സിൽ കയറിയപ്പോഴും നെക്ക് പെയിൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ, മോളെ ഞാൻ അമ്മ തന്നില്ല, ഞാൻ തൈലം പൂശിയതല്ല, അതുകൊണ്ടാണ് പോയത്, അമ്മ മാധവ് മാറ്റി തന്നാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അതെ ഞാനാണ് ബസ്സിൽ കയറിയപ്പോഴും ഞാൻ കൊന്ത പിടിച്ചു, എൻ്റെ കൃപാസന അമ്മയെന്ന് വിളിച്ചു, അപ്പോഴത്തേക്ക് എൻ്റെ നെക്ക് പെയിൻ അങ്ങ് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞ് ഈ പ്രായത്തിൽ എൻ്റെ മോൾ അങ്ങനെ പറയുന്നുണ്ട്, അവളുടെ വലുതാകുമ്പോഴും എൻ്റെ മക്കളുടെ കൂടെ അമ്മ മാതാവ് ഉണ്ടാവുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ മരണം വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉടമ്പടി തന്നെ ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ വന്നപ്പോൾ ബ്രേക്ക് എടുത്തിട്ട് ഉടമ്പടി ജൂണിൽ പിന്നെ പുതുക്കാമെന്ന് പറഞ്ഞ വ്യക്തികളാണ് ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ 90 ദിവസം എണ്ണിയായിരിക്കുന്നത്, എന്ന് ഞങ്ങൾ അടുത്ത ഉടമ്പടി എടുക്കണം. ഞങ്ങൾ ജീവിതകാലം മൊത്തം ഞങ്ങൾ ഉടമ്പടി നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ അതുപോലെ എൻ്റെ കാശ് രൂപം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എങ്ങാനും മരിച്ചു പോയാൽ എൻ്റെ പെട്ടിക്കകത്ത് എൻ്റെ കൂടെ എൻ്റെ കാശ് രൂപം കൂടെ കാണണമെന്ന്. അതുപോലെ എനിക്ക് ആ കാശ് അത്രയും വിലപ്പെട്ടതാണ്.
അതിൽ ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിനൊക്കെ ഇരിക്കുമ്പോൾ കാശുരൂപം കൊണ്ടാണ് ഇരിക്കാറ്. ഞങ്ങളിപ്പോൾ എവിടെ പോയാലും തൈലം പൂശി ഉപ്പും തേനും ഒക്കെ ചെയ്ത് കഴിക്കാറുണ്ട്. അങ്ങനെ അമ്മമാവ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി.